പല ഭവനങ്ങളിലും ആകെ കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷമാണ് കാണുന്നത്. സഭകളിലെ സ്ഥിതി അതിനേക്കാൾ മോശമാണ്. വിശ്വാസികളുടെ ജീവിതങ്ങളും അടുക്കും ചിട്ടയും ഇല്ലാത്തതുപോലെയാണ് പലപ്പോഴും നാം കാണുന്നത്. നാം സ്ഥിരമാക്കപ്പെടേണ്ടതുണ്ട്. ഒരു ക്രിസ്തു വിശ്വാസി എന്ന നിലയിൽ താങ്കൾക്ക് എങ്ങനെ ഉറപ്പായിരിക്കാം? ജീവസന്ദേശത്തിൻ്റെ കേൾവിക്കാരോടുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങൾ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നുവെന്ന് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും ജയിക്കുവാൻ ദൈവത്തിൻ്റെ വചനമാകുന്നു നമ്മെ സഹായിക്കുന്നത്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് സ്വയമായി പ്രവർത്തിച്ച് നമ്മുടെ സ്വന്തം ഗുണം കൊണ്ട് രക്ഷ പ്രാപിപ്പാൻ സാധിക്കില്ല. നാം ദൈവത്തിൻ്റെ ദാനമാകുന്ന രക്ഷ സ്വമനസ്സാലെ സ്വീകരിക്കുക മാത്രമാണ് വേണ്ടത്. പാപക്ഷമ പ്രാപിക്കുവാൻ വേറെ മാർഗമൊന്നുമില്ല. ഈ വലിയ സത്യത്തിൽ നിന്നും ഒരു മനുഷ്യനെ തെറ്റിക്കുവാൻ പിശാച് എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞു. ക്രിസ്തു തൻ്റെ സഭയെ ചേർത്തതിന് ശേഷം ഭൂമിയിൽ മഹാപീഡനകാലം ആരംഭിക്കുമെന്നും ആ കാലത്തിൽ അധർമ്മമൂർത്തി, യോഹന്നാൻ്റെ ഭാഷയിൽ അന്തിക്രിസ്തു വെളിപ്പെടുമെന്നും പൗലോസ് വിശദീകരിക്കുന്ന ഭാഗമാണല്ലോ നാം കണ്ടുകൊണ്ടിരുന്നത്. നശിച്ചു പോകുന്നവരോടാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ ഫലിക്കുന്നത്. അവർ അടയാളങ്ങളാലും വ്യാജമായ അത്ഭുത പ്രവർത്തനങ്ങളാലും വരും. ദൈവവചനം അറിയാത്ത ആളുകൾ ആണ് സാത്താൻ്റെ ചതിയിൽ വീഴുന്നത്. വിശ്വാസികൾ എന്ന അവസ്ഥയിൽ നമുക്ക് ഏതാനും ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. പൗലോസ് എഫേസ്യയിലെ വിശ്വാസികളോട് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി നടക്കുവീൻ എന്ന്. ഇപ്പോൾ പൗലോസ് അതേ കാര്യമാണ് തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പറയുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. 2 തെസ്സലോനിക്കർ 3-ന്റെ 1-ഉം 2-ഉം. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുവാൻ ഒരു വിശ്വാസിയെ ശക്തനാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്നു എന്ന് പൗലോസ് പറയുന്നു. ദൈവവചനം ഒരു വിശ്വാസിയെ അവൻ്റെ നടപ്പിൽ സ്ഥിരപ്പെടുത്തുന്നു. ഒടുവിൽ സഹോദരന്മാരെ, ഈ ലേഖനത്തിൻ്റെ ഏതാണ്ട് ഉപസംഹാരത്തിലേക്ക് പൗലോസ് വരികയാണ്. പൗലോസ് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ പങ്കാളികളാകുവാൻ സാധിക്കുന്ന ഒരു കാര്യം അത്രേ ഈ പ്രാർത്ഥന. പ്രാർത്ഥന ആത്മാവിൻ്റെ ഒരു വരമാകുന്നു എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ചിലർ അങ്ങനെ ചിന്തിക്കാറുണ്ട്. പ്രാർത്ഥന ഒരു ശ്വാസോച്ഛ്വാസം പോലെയാണ്. അതങ്ങനെ വരമാകുന്നത്. പ്രാർത്ഥന എല്ലാ വിശ്വാസികളും ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്വമാകുന്നു. ഓരോ പ്രവർത്തനവും വിജയിക്കണമെങ്കിൽ പ്രാർത്ഥന അതിൻ്റെ പിൻപിൽ ഉണ്ടായിരിക്കണം. ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ പിൻബലമില്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ ഫലമില്ലാത്തതാകും. ശുശ്രൂഷയിൽ മുന്നിട്ട് നിൽക്കുന്ന ഓരോ സുവിശേഷകനും ദൈവവചനത്തിൻ്റെ പ്രസംഗകനും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന വചനം പഠിപ്പിക്കുന്നവർക്കും അവരുടെ പിൻപിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ്. പൗലോസ് തനിക്ക് വേണ്ടി തെസ്സലോനിക്കയിലെ വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് അവരോട് അപേക്ഷിക്കുകയാണ്. അവൻ എന്താണ് ചോദിക്കുന്നത്? കർത്താവിൻ്റെ വചനം വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാൻ പ്രാർത്ഥിക്കണം. പൗലോസിന് വളരെ പ്രത്യേകമായൊരു ശുശ്രൂഷയായിരുന്നു ഉണ്ടായിരുന്നത്. അവനൊരു സുവിശേഷകനായിരുന്നു. നാടെല്ലാം നടന്ന് സുവിശേഷം പ്രസംഗിച്ച ഒരു സുവിശേഷകൻ, പ്രേക്ഷിത പ്രവർത്തകൻ,
അതുമാത്രമല്ല, അവനൊരു സഭാശുശ്രൂഷകനും ദൈവവചനം പഠിപ്പിക്കുന്ന ഉപദേഷ്ടാവുമായിരുന്നു. ഈ പറഞ്ഞ സ്ഥാനങ്ങളെല്ലാം പൗലോസ് ഭംഗിയായി ചെയ്തു. തെസ്സലോനിക്കരുടെ ഇടയിലും അവൻ അതെല്ലാം നിർവഹിച്ചു. അവൻ അവരെ കർത്താവിലേക്ക് നയിച്ചു, അവരെ വചനം പഠിപ്പിച്ചു. ഇപ്പോൾ അവൻ അവരുടെ ശുശ്രൂഷകനെ പോലെയാണ് ഈ ലേഖനത്തിലൂടെ സംസാരിക്കുന്നത്. അവൻ അവരെ വചനത്തിൽ ഉപദേശിക്കുക മാത്രമല്ല, അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ ഗുണദോഷിക്കുവാനും അവൻ ശ്രമിക്കുന്നു. അവർ ചെയ്യണം എന്ന് അവൻ അവരോട് പറയുന്ന ഒരു വിഷയം പ്രാർത്ഥിക്കുവാനാണ്. കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അതെ, ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. ഈ വിഷയം ദൈവത്തിൻ്റെ ആത്മാവ് വലിയൊരു ഭാരമായി എൻ്റെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനേകം ദൈവമക്കളുടെ ഹൃദയത്തിലും ഇതൊരു ഭാരമേറിയ വിഷയമായി ഞാൻ മനസ്സിലാക്കുന്നു. സഭാചരിത്രത്തിൽ ഏതൊരു കാലത്തും ഉണർവിന് നിദാനമായിട്ടുള്ള പ്രഥമവും പ്രധാനവുമായ ഘടകം വിശ്വാസികളുടെ ഭാരത്തോടു കൂടിയ പ്രാർത്ഥനയായിരുന്നു. ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. സുവിശേഷീകരണം ഒരു പരിപാടിയാകുന്നതിന് മുൻപ് അത് ഒരു ഭാരമായി തീരണം, ഹൃദയത്തിൻ്റെ ആവേശമായി മാറണം. എൻ്റെ ദൈവമേ, എനിക്ക് ആത്മാക്കളെ തരൂ, അല്ലെങ്കിൽ എൻ്റെ ആത്മാവിനെ എടുത്തുകൊള്ളൂ എന്ന് ജോൺ നോക്സ് എന്ന വിശുദ്ധൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. മോശ തൻ്റെ ജനത്തിനു വേണ്ടി ദൈവത്തോട് കരഞ്ഞു. പ്രാർത്ഥന എന്നത് സ്വർഗത്തിൻ്റെ ഭാഷയാണ്. ദൈവത്തിൻ്റെ ചിന്തകൾ അവന് പിൻപേ നാം ചിന്തിക്കുന്നതാണ് പ്രാർത്ഥന. അന്ധകാര ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് പ്രാർത്ഥന. മനുഷ്യൻ്റെ ശക്തിഹീനതയെ ദൈവത്തിൻ്റെ സർവശക്തിയുമായി ബന്ധിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്നാൽ തങ്ങളുടെ ഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഉപാധിയായിട്ടാണ് പലരും ചിന്തിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ ആയിത്തീർന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവസന്നിധിയിൽ ചെന്ന് തൻ്റെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ അവകാശമുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും തൻ്റെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടേണ്ടതില്ല. അതൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് കർത്താവ് അറിയുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നുമുണ്ട്. നമ്മുടെ വിചാരപ്പെടലുകളെല്ലാം കർത്താവിനെ അറിയിച്ചാൽ മതി. അങ്ങനെ അറിയിക്കുന്നത് നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ആകുല ചിന്തകൾ പോകുവാനാണ്, അല്ലാതെ അങ്ങനെ അർപ്പിച്ചിട്ട് കർത്താവിൻ്റെ കരത്തിൽ നിന്നും പിടിച്ചു പറിക്കാനല്ല. അങ്ങനെ നമ്മുടെ ആകുല ചിന്തകൾ അർപ്പിച്ചു കഴിഞ്ഞാൽ ആത്മീക ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിക്ക് വേണ്ടി, പിശാചിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന, അതെ, രക്ഷിക്കപ്പെടാത്തവരുടെ വിടുതലിനു വേണ്ടി, ആത്മീക ശുശ്രൂഷയിലായിരിക്കുന്നവരുടെ ഫലപ്രദമായ ശുശ്രൂഷകൾക്കായി നാം പ്രാർത്ഥിക്കണം. അതെ, ദൈവമക്കൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കേണ്ടതാണ്. പ്രിയ സുഹൃത്തെ, നമുക്കിന്ന് ആവശ്യം ഭാരത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെയാണ്. അനേകരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാലാണ് എനിക്ക് ശുശ്രൂഷിപ്പാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിന്ന് പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയില്ല. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ താങ്കൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനം വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ദൈവവചനം ഇന്ന് ഉയർത്തപ്പെടേണ്ടതുണ്ട്. ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഉയർത്തുവാൻ വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവവചനത്തിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ തന്നെ അതിന് വളരെ കുറച്ച് ശ്രദ്ധ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നത് വളരെ ശോചനീയമാണ്. ഇത് എന്നെ വളരെയേറെ ഭാരപ്പെടുത്തുന്നു. രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കുന്നുണ്ട്, ആരാധനയിൽ ബൈബിളിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേൾക്കുന്നുണ്ട്, ബൈബിൾ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് നാം ദൈവവചനത്തെ അതിൻ്റേതായ അർത്ഥത്തിലും ആഴത്തിലും അംഗീകരിക്കുന്നു എന്ന് അർത്ഥമാകുന്നില്ല. ദൈവവചനത്തിൻ്റെ ആധികാരികത നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ഈ വചനം നമ്മുടെ വിശ്വാസത്തിനും പെരുമാറ്റ രീതികൾക്കും ലഭ്യമായിട്ടുള്ള ഒരേ ഒരു അടിസ്ഥാനമാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം ദൈവാത്മപ്രേരിതമാകുന്നു, അല്ലെങ്കിൽ ദൈവം ശ്വസിച്ചതാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം സർവപര്യാപ്തി, സകലത്തിനും മതിയാകുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതെ, ഓൾ സഫിഷ്യൻറ്റ് വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം അപ്രമാദിത്വം അഥവാ യാതൊരു തെറ്റും ഇല്ലാത്തതാകുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് നാം ശരിയായ മറുപടി കൊടുക്കുമ്പോൾ മാത്രമാണ്
നാം ദൈവവചനത്തെ ഗൗരവമായി എടുക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഏതൊരു പുസ്തകവും പോലെ നാം ഇതിനെ കണ്ട് ദൈവത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ദൈവവചനത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ലഭിക്കാതെ ജീവിതം സ്വന്തം വിധത്തിൽ മുൻപോട്ട് തള്ളിവിടുവാൻ നാം ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സുവിശേഷ വിഹിത സഭകളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ തന്നെ ദൈവവചനത്തെ അപ്രധാനമായി തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ഇന്നായിരിക്കുന്നത്. ദൈവവചനത്തെ അവർ കാണേണ്ടതുപോലെ കാണുകയോ പഠിക്കേണ്ടതുപോലെ പഠിക്കുകയോ ചെയ്യുന്നില്ല. ദൈവവചനത്തെ ഉപേക്ഷിച്ച് ലോകമയത്വത്തിലേക്ക് പോയ സഭകളെ തിരികെ കൊണ്ടുവരുവാനുള്ള ശ്രമത്തിൽ ഇന്ന് സഭകൾ ആത്മീയത്വത്തിൻ്റെ പുറംചട്ട അണിഞ്ഞ് ജഡികത്വത്തിൽ വീണുപോയിരിക്കുന്നു. അമിത ഭക്തി നടിച്ച് ഭൗതിക നേട്ടങ്ങൾ ദൈവത്തിങ്കൽ നിന്നും തട്ടിപ്പറിക്കുവാനുള്ള ജഡീക ചിന്താഗതി മാത്രമാണ് ഇന്ന് നാം കാണുന്നത്. ദൈവവചനം വിശ്വസിക്കുന്നു എന്ന ആളുകൾ അവകാശപ്പെടുന്ന പക്ഷം അവർ അതിൽ എഴുതിയിരിക്കുന്നത് എന്താകുന്നു എന്ന് കണ്ടുപിടിക്കുവാൻ കഴിയേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ സഭാ ശുശ്രൂഷകനായി പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. ഞാൻ വളരെ സൂക്ഷിച്ച് പറയട്ടെ, ഒരു സഭാ ശുശ്രൂഷകൻ എന്ന അവസ്ഥയുടെ ഭാരം എനിക്കറിയാം. ബൈബിൾ പഠിപ്പിക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഘനം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ പോയി കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്നതിൻ്റെ പല മടങ്ങ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു സഭാ ശുശ്രൂഷകൻ്റേത്. അത് 1000 പേരുള്ള സഭയാണെങ്കിലും 100 പേരുള്ള സഭയാണെങ്കിലും 10 പേരുള്ള സഭയാണെങ്കിലും ശരി, ഒരു ശുശ്രൂഷകന് വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള പലരുമായി നിരന്തരം ബന്ധപ്പെടുന്ന വ്യക്തിയാണ് സഭാ ശുശ്രൂഷകൻ. യുക്തിരഹിതമായി ചിന്തിക്കുന്ന ഒരു വലിയ പങ്കാകുന്നു സഭാംഗങ്ങൾ. സഭാ ശുശ്രൂഷകനെ ഏതെല്ലാം വിധത്തിലാണ് കുറ്റപ്പെടുത്തുന്നത്. എല്ലാവരുടെയും ഇഷ്ടത്തിന് തുള്ളുന്ന സഭാ ശുശ്രൂഷകരെയാണ് എല്ലാവർക്കും ആവശ്യം. കഴിഞ്ഞൊരു ദിവസം ഒരു അച്ഛനെതിരെ ആ സഭയിലെ ഒരു അംഗം കേസ് കൊടുത്തു എന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. വിഷയം, ഈ പറഞ്ഞ മനുഷ്യൻ സഭയ്ക്കും സമൂഹത്തിനും അംഗീകരിക്കുവാൻ സാധിക്കാത്ത വിധം രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അത് ന്യായമായിട്ടുള്ളതുമായിരുന്നില്ല. അത് ഇടവക കമ്മിറ്റിയിൽ ചോദ്യമായി. ഫലമോ അച്ഛൻ കോടതി കയറിക്കൂ. ഇതുപോലെ എത്രയെത്ര കാര്യങ്ങൾ. സഭാ ശുശ്രൂഷകന്മാരെ കൂലി കൊടുത്താക്കിയിരിക്കുന്നത് ഞങ്ങളുടെ പാദസേവ ചെയ്യുവാനല്ലേ എന്ന ഭാവമാണ് അനേകർക്കും. അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ തന്നെ ഭാവം അതാണ്. 3 വർഷത്തിലൊരിക്കൽ സ്ഥലം മാറ്റമുള്ളത് കൊണ്ടാണ് പലരും കുറേ നാൾ കൂടി ജീവിച്ചു പോകുന്നത് തന്നെ. പുതുതായി ചെല്ലുന്നിടത്ത് ആദ്യം അല്പം താല്പര്യമൊക്കെ കാണിക്കുമല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് തങ്ങളുടെ സഭാ ശുശ്രൂഷകന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആരും അവരെ വിമർശിച്ചുകൊണ്ട് നാട് നീളെ നടക്കില്ല. പൗലോസ് തനിക്ക് വേണ്ടി തെസലോനിക്കർ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടതിൻ്റെ ഒരു കാരണം വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനാണ്. സഭയിൽ വല്ലാത്തവരും ദുഷ്ടന്മാരും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം അങ്ങനെയുള്ളവർ മാത്രമേ ഉള്ളെന്ന്. അത് ശരിയല്ല, അല്ലാത്തവരുമുണ്ട്. ഈ പ്രതിസന്ധികളിൽ വിജയിക്കുവാൻ വേണ്ടി നാം ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ സ്ഥലത്ത് സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുകയും വചനം പഠിപ്പിക്കുകയും ചെയ്യുന്ന എന്നെപ്പോലെയുള്ളവരെക്കാൾ വളരെ ഭാരമേറിയ ഉത്തരവാദിത്തമാകുന്നു ഒരു സഭയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഭാ ശുശ്രൂഷകൻ്റേത്. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, അത് വളരെ ഉത്തരവാദിത്വമുള്ളതാണ്, ഭാരമുള്ളതുമാണ്. വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുവാൻ പൗലോസ് ആവശ്യപ്പെടുന്നു. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന വിഷയം, സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് മറ്റെന്തിനേക്കാളും ഏറെ തടസ്സമായി നിൽക്കുന്നത് സഭയ്ക്കുള്ളിലുള്ള ആളുകളാണ്. ഗൗരവമായി എടുത്താട്ടെ, മറ്റെന്തും അതിന് ശേഷമേ ഉള്ളൂ. ഈ പറഞ്ഞതിനേക്കാൾ വലിയൊരു തടസ്സം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ. അങ്ങനെ പറയുമ്പോൾ ഇന്ന് സഭ മഹാപീഡനത്തിലൂടെ ആകുന്നു പോകുന്നത് എന്ന് വാദിക്കുന്നവർ ഒരു പരിധിവരെ ശരിയെന്ന് ഞാനങ്ങ് ചിന്തിച്ചു പോവുകയാണ്. കാരണം അത്രയ്ക്കുണ്ടല്ലോ പല സഭകളിലെയും ശുശ്രൂഷകരോടുള്ള അക്രമ മനോഭാവം. ഇതൊരിക്കലും നന്മയ്ക്കാകില്ല എന്ന് ഇതിന് മുൻകൈ എടുക്കുന്നവർ മറക്കാതിരിക്കുക. ശുശ്രൂഷകരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും അവർ അത് ആദ്യമേ ദൈവവചനാടിസ്ഥാനത്തിൽ തിരുത്തേണ്ടതുണ്ട്. ഞാൻ ന്യായീകരിക്കുകയല്ല.
സുവിശേഷം അറിയിക്കുവാൻ തടസ്സമായി സഭാജനങ്ങൾ തന്നെ ഉണ്ട്. പൗലോസ് പറയാണ് വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ എന്ന്. അങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും വിശ്വാസമെന്നല്ല, ഇവിടെ വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത് ക്രിസ്തീയ വിശ്വാസമാകുന്നു. അതായത് അപ്പോസ്തോലന്മാർ പഠിപ്പിച്ചതുപോലെ അവർ ഉപദേശത്തെ മുറുകെ പിടിക്കുന്നില്ലല്ലോ എന്നാണ് പൗലോസ് പറയുന്നത്. സഭയ്ക്ക് അപ്പോസ്തലന്മാർ നൽകിയ ഉപദേശത്തിലാണ് സഭയുടെ അടിസ്ഥാനം. അതത്രേ നാം ഉപദേശിക്കേണ്ടത്, പ്രസംഗിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ സത്യം മുറുകെ പിടിക്കുന്നതും അവൻ്റെ വരവിന് വേണ്ടി താല്പര്യപ്പെട്ടിരിക്കുന്നതും ഒരു വലിയ കാര്യമാണ്. എന്നാൽ ആ വലിയ സത്യത്തിന് യോഗ്യമായി നടക്കുന്നത് വേറൊരു കാര്യമാകുന്നു. ഇതത്രേ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുന്നത്. നാം വാസ്തവത്തിൽ അവൻ്റെ പ്രത്യക്ഷതയെ സ്നേഹിക്കുന്നു എങ്കിൽ അത് നാം ദൈവവചനവുമായുള്ള നമ്മുടെ ബന്ധത്തിലും ഈ ആയുസ്സിലെ നമ്മുടെ നടപ്പിനാലും തെളിയിക്കും. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അത് മനോഹരമായിരിക്കുന്നില്ലേ? അനേകം അവസരങ്ങളിൽ ഞാൻ കർത്താവിനെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവൻ ഒരിക്കൽ പോലും എന്നോട് ആ വിധം പെരുമാറിയിട്ടില്ല. അവിടുന്ന് വിശ്വസ്തനാണ്. അവൻ എപ്പോഴും വിശ്വസ്തനാണ്. ദൈവമക്കൾ ഓരോരുത്തരും ഈ വാക്യത്തെ മുറുകെ പിടിക്കണം. കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നിങ്ങളെ ഉറപ്പിക്കും. ക്രിസ്തു വിശ്വാസികൾ ഉറപ്പുള്ളവരായിരിക്കണം. ഇപ്പോൾ ഭവനങ്ങളിലാകെ കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷമാണ് പലയിടത്തും കാണുന്നത്. സഭകളിലെ സ്ഥിതി അതിനേക്കാൾ മോശമാണ്. വിശ്വാസികളുടെ ജീവിതങ്ങളിൽ അടുക്കും ചിട്ടയും ഇല്ലാത്തതുപോലെയാണ്. നാം സ്ഥിരമാക്കപ്പെടേണ്ടതുണ്ട്. ഒരു വിശ്വാസി എന്ന നിലയിൽ താങ്കൾക്ക് എങ്ങനെ ഉറപ്പായിരിക്കാം? അതെ, ദൈവവചനത്തിലേക്ക് വന്ന് ദൈവവചനം താങ്കളിൽ അതിൻ്റെ സ്വാധീനം ഉപയോഗിക്കുവാൻ അനുവദിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉറപ്പുള്ളവരായിരിക്കാം. ദൈവം ഓരോ വ്യക്തിയിലും തൻ്റെ വചനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നാം ഓർക്കണം. ബൈബിൾ ഒരുവനെ പാപത്തിൽ നിന്നും മാറ്റി നിർത്തും, അല്ലെങ്കിൽ പാപം ഒരുവനെ ബൈബിളിൽ നിന്നും മാറ്റി നിർത്തും എന്നുള്ള ഒരു ആപ്തവാക്യം ഇത് ഏറെ ശ്രദ്ധേയമാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് പാടി, ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമായിട്ടുള്ള ഒന്നത്രേ ദൈവത്തിൻ്റെ വചനം. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നേരുള്ളതാകയാൽ അത് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. യഹോവയുടെ കൽപ്പന നിർമ്മലമായതാകയാൽ അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്. യഹോവയുടെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്, അത് മാറ്റമില്ലാത്തതാണ്. യഹോവയുടെ വചനം നീതിയുള്ളതാകുന്നു. സത്യമായ ദൈവവചനം നമുക്ക് ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ഒരേ ഒരു കാര്യമാണ്. എല്ലാ സാഹചര്യത്തിലും അത് പ്രസക്തമാണ്, ഉചിതമായിട്ടുള്ളതാണ്. ഉപയുക്തമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ സകലതും ദൈവം തൻ്റെ വചനത്തിലൂടെ നൽകിയിട്ടുണ്ട്. ദുഷ്ടനായവൻ അവൻ്റെ കള്ളം കൊണ്ട് മനുഷ്യനെ വലയ്ക്കുന്നതിനെതിരെ ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ സത്യത്തിൽ നടത്തുന്നു. ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ രക്ഷയ്ക്കുതകുന്നതാണ്. ഒരു വ്യക്തിയെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമാണ്. ആത്മീയ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സവിശേഷതകളും അതിലുണ്ട്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അപ്പുറം സന്തോഷം കൊണ്ട് നമ്മെ നിറയ്ക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നമുക്ക് ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മെ അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ജീവിതത്തിലെ സകല മലിനതകളെയും ശുദ്ധീകരിക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഈ പറഞ്ഞതിലെല്ലാം വചനം എപ്പോഴും സത്യമാകും. എല്ലാ വിധത്തിലും ആശ്രയിക്കുവാനും ഉതകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഉത്തരവാദിത്തങ്ങൾക്കും ആവശ്യമായ സത്യങ്ങളെല്ലാം ദൈവം തൻ്റെ വചനത്തിലൂടെ തൻ്റെ ഹിതമായി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നാം ഈ വചനത്തിൽ ആഴ്ന്നിറങ്ങി അനുസരണമുള്ളവരായി ജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസത്തിനും ജീവിത രീതികൾക്കും പെരുമാറ്റ രീതികൾക്ക് അനിവാര്യമായ ഒരേ ഒരു കാര്യമാകുന്നു ദൈവത്തിൻ്റെ വചനം. വചനത്തിൻ്റെ മനുഷ്യരായി മാറുന്നവർ സമൂഹത്തിന് മുതൽക്കൂട്ടായി തീരുന്നത് ചരിത്ര സത്യമാണ്. വചനത്തിൻ്റെ മനുഷ്യരായി മാറണം. ക്രിസ്തുവിനെ എതിരേൽപ്പാൻ തയ്യാറാകുക എന്നാൽ
ജീവിതത്തിൻ്റെ എല്ലാ വശത്തും ക്രിസ്തുവിനെ അനുസരിക്കുക എന്നത്രേ. കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവരാണ് കൂടുതൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കേണ്ടത്. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നു എന്നും മേലാലും ചെയ്യുമെന്നും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. ക്രിസ്തു വിശ്വാസികൾ ഏതാനും കാര്യങ്ങൾ ചെയ്യുവാനായി ആജ്ഞാപിച്ചിരിക്കുന്നു. ദൈവമക്കളോടുള്ള പ്രത്യേക കൽപ്പനകളുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് 22 കൽപ്പനകൾ പറയുന്നത് നാം കാണുന്നു. വിശ്വാസികൾ അനുഷ്ഠിക്കുവാൻ കൽപ്പനകൾ 10ഉം 12ഉം അല്ല, 22 അവിടെ അവൻ തന്നു. കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമെന്ന്. ഇതത്രയും അവൻ്റെ കൽപ്പനകൾ. കർത്താവിൽ ഉറച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞില്ല. കർത്താവിൽ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരോട് പൗലോസ് ആജ്ഞാപിച്ച കാര്യങ്ങൾ അവർ ചെയ്യുമെന്ന് അവന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. തെസ്സലോനിക്ക സഭ അനുസരണയുള്ളൊരു നല്ല സഭയായിരുന്നു. 5-ാം വാക്യത്തിൽ നാം കാണുന്നു, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാക്കട്ടെ. ഒരു ക്രിസ്തുവിശ്വാസി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വേണം നടക്കേണ്ടത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഇപ്പോൾ അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശത്തിലാണ് നടക്കുന്നത് എങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം താങ്കളുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുകയാണ്. അവൻ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് താങ്കൾക്ക് അറിയുവാൻ സാധിക്കും. ആ സ്നേഹം ആത്മാവിൻ്റെ ശക്തിയാൽ താങ്കൾക്ക് പ്രകടമാക്കാവുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമേ ദൈവസ്നേഹം നമുക്ക് യഥാർത്ഥമാക്കി തരുന്നുള്ളൂ. സ്നേഹം ആത്മാവിൻ്റെ ഒരു ഫലമാണ്. കാണുന്നവരെയെല്ലാം പ്രകൃത്യാ സ്നേഹിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല. ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് സാധിക്കുമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ നിർബന്ധിക്കുന്നവരുടെ അനുഭവങ്ങൾ നമുക്കറിയാം. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ നാം വളരെ ശ്രദ്ധയോടെ വേണം അത് ചെയ്യുവാൻ. പൗലോസ് പറയാണ്, ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ വരവിനായി നാം ദീർഘക്ഷമയോടെ കാത്തിരിക്കണം എന്നാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. പൗലോസ് ഈ കാടലും പടപ്പലും തല്ലി സംസാരിക്കുകയല്ല, നേരിട്ടങ്ങ് ആജ്ഞാപിക്കുകയാണ്. ഒരു ക്രിസ്തുവിശ്വാസി ക്രമം കെട്ടവരുടെ കൂടെ നടക്കുന്നവൾ ആകരുത്. ഈ കാര്യത്തിൽ ഓരോ ദൈവ പൈതലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സ്വാധീനം അവരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ ശക്തം അവരുടെ സ്വാധീനത്തിൽ നിങ്ങളായി പോകുന്നതാണ്. അല്പം ആ കാര്യത്തിൽ വഴങ്ങിക്കൊടുത്തെന്നാൽ സാത്താൻ ശരിക്കും മുതലെടുക്കും. മറക്കരുത്. നാം ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനിൽ നിന്നും അകന്നുകൊള്ളണം. ദൈവം അരുളി ചെയ്യുകയാണ്, നാം അങ്ങനെയുള്ളവരോട് സുവിശേഷം പറയണം. എന്നാൽ അവരുടെ നിലവാരത്തിലേക്ക് നാം താണു വരരുത്. നാം ആരെ അനുകരിക്കണമെന്ന് ദൈവം വളരെ വ്യക്തമായി പറയുന്നു. 7-ാം വാക്യം, ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. നിങ്ങൾ ആരുടെ കൂട്ടത്തിൽ കൂടി നടക്കുന്നുവോ അവരുടെ കൂട്ടായിരിക്കും നിങ്ങളും. വിശ്വാസികൾ തങ്ങൾ ചേർന്ന് നടക്കുന്ന കൂട്ടത്തെ വളരെ സൂക്ഷിക്കണം. കാണുന്നവരുടെ എല്ലാം കൂട്ടത്തിൽ കൂടുവാൻ സാധ്യമല്ല. ഈ കാര്യത്തിൽ വളരെ അശ്രദ്ധരായ അനേകം വിശ്വാസികളെ എനിക്കറിയാം. എവിടെ കൂടിയിരുന്ന് എന്തും പറയുവാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ആത്മീയമായി പ്രയോജനം ചെയ്യാത്തൊരു കൂട്ടത്തിൽ സമയം ചെലവഴിച്ചാൽ സാധാരണ എനിക്കുണ്ടാകുന്ന ശൂന്യത വളരെയാണ്. നിങ്ങൾക്കും ആ അനുഭവം ഉണ്ടാകും. ഉള്ള ആത്മീയ അനുഭവങ്ങൾ കൂടി ചോർന്നു പോയതുപോലെയുള്ളൊരു തോന്നൽ, പ്രയോജനപ്രദമായി ഒന്നും ചെയ്യുവാനില്ല എന്ന തോന്നലുള്ളവരാണ് അധികവും ഈ അരുതാത്ത കൂട്ടുകളിൽ, ക്രമം കെട്ടവരുമായുള്ള കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടുന്നത്. തെസ്സലോനിക്കയിലെ വിശ്വാസികൾ കർത്താവായ യേശുവുമായുള്ള ശരിയായൊരു ബന്ധത്തിൽ നടന്നു പോകുകയായിരുന്നു. ആയതിനുവേണ്ടി അവർ പീഡനം സഹിക്കുന്നുമുണ്ടായിരുന്നു. പൗലോസ് അവരെ ആശ്വസിപ്പിച്ച്, ഉപദേശിച്ച്, പ്രോത്സാഹിപ്പിച്ച് താനും പീഡനങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ആകുന്നു പോകുന്നതെന്ന് തെസ്സലോനിക്കയിലെ വിശ്വാസികൾ അറിയണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തീരുമാനിച്ചാൽ ആയത് വില കൊടുക്കേണ്ട തീരുമാനമായിരിക്കും.
ഒരു വിശ്വാസി ദൈവവചനത്തിൽ സ്ഥിരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ അറിവും വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കേണ്ടവയാണ്. അതിനു വേണ്ടിയിട്ട് വേണം നാം ഉറപ്പോടെ സ്ഥിരതയോടെ മുൻപോട്ട് പോകുവാൻ. എത്ര മനോഹരമായിട്ടാണ് പൗലോസ് അത് നമുക്ക് വിവരിച്ചു തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്. അതനുസരിക്കുവാൻ, അതനുസരിച്ച് ജീവിപ്പാൻ നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തൻ്റെ പിടിയിൽ നിന്ന് ജനങ്ങൾ സ്വതന്ത്രരാകുമെന്നതിനാൽ സത്യവചനം ജനത്തിലെത്താതിരിക്കുവാൻ വേണ്ടി ദുഷ്ടൻ തൻ്റെ മുഴുശക്തിയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം നമ്മുടെ അടുക്കൽ എത്തിയതുപോലെ വേഗത്തിൽ വ്യാപിച്ച് മഹത്വപ്പെടുവാൻ നമുക്കുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.